സോ ഹലോ ഗൈസ് വാട്സപ്പ് ഞാൻ സ്വന്തം മറ്റൊരു ഗെയിമിൽ കണ്ടുപിടിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ അത് മിനി വേൾഡ് എപ്പിസോഡിലാണ്, സീരിയസ് ടൂലാണ്. അത് കൂട്ടർ മരിച്ചാൻ സമയത്തിന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്തിട്ട് കുറേ നമ്മൾ മൈൻക്രാഫ്റ്റ് ആയിട്ട് വന്നിട്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ ടൂൾസും ആർമേഴ്സൊക്കെ ഞാനിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വാങ്ങാനല്ലേ ഉള്ളൂ, എമറാൾഡ് ഇഷ്ടംമാതിരി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വാങ്ങാനേ ഉള്ളൂ. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് കുറേ പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ഗോൾഡ് ഫാർം ഉണ്ടാക്കിയായിരുന്നു. ഗോൾഡ് ഫാർം പക്ക വർക്കിംഗ് ആണ്. ഞാൻ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഓഫ് ചെയ്തിട്ടേക്കുന്നതാണ്. പിന്നെ ഇവിടെ ഞാനൊരു AFK പോർട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയായിരുന്നു. എന്തെന്ന് വെച്ചാൽ അയൺ ഫാർമ് നന്നായി വർക്കാവാനാണ്. ഫാർമ് കറലി നന്നായിട്ട് വർക്കാവുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്തെ സാധനങ്ങളെല്ലാം ട്രേഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് കേസ് ഇപ്പോൾ കുറഞ്ഞെടുക്കുന്നത്. നല്ലവണ്ണം ഉണ്ടായി തന്നെയാണ്. ഓക്കെ, പിന്നീട് നമ്മുടെ ഈ ഒരു ഏരിയ മൊത്തം ഞാനൊന്ന് പറഞ്ഞുതരാം ഗൈസ്. അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ ലാവയ്ക്ക് സെറ്റ് ചെയ്താണ് നമ്മുടെ അതിൽ ഒരു ബക്കറ്റിലാവേണ്ടതുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പകുതിയോളം കാര്യങ്ങളൊന്നും ചെയ്തത്. പിന്നീട് നമ്മുടെ ബ്രീഡിംഗ് ഫാം ഇവിടെയായിട്ട് ഗൈസ് വരുന്നത്. ബ്രീഡിംഗ് ഫാം ഓക്കെ, അപ്പോൾ ഞാനെല്ലാം മറന്നുപോയി. കുറേ സൈഡൊക്കെ ഇരുന്നിട്ട് അപ്പോൾ എല്ലാം മറന്നുപോയി. ഇവിടെ വില്ലേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് തൊട്ട് എപ്പിസോഡ് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഇടവിട്ടിട്ടാണെങ്കിൽ ചില സമയത്ത് ഒരു ദിവസമൊക്കെ നിന്ന് മാറുണ്ടെന്നാലും ഇടുന്നുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട്. ഓക്കെ, നമ്മുടെ ഇത് നമ്മുടെ ബാമ്പു ഫാർമാണ്. പിന്നെ നമ്മുടെ ഷുഗർ ക്യാൻ ഫാർം ഇവിടെ ഉണ്ട്. എല്ലാം വർക്കിംഗ് ആട്ടോ. പിന്നെ മേലൻ പംകിൻ ആട്ടത്. ഇത് മേലൻ നമ്മുടെ ക്യാരറ്റ് ഫാർം, പൊട്ടോറ്റോ ഫാർം. പിന്നെ നമ്മുടെ ഒരു ചെറിയ സ്റ്റോൺ സ്മെൽട്ടർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹോട്ടലകത്താണ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ ട്രേഡിങ് ഹാളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇഷ്ടമാതിരി പണിയുണ്ട്, ഇഷ്ടമാതിരി പണിയുണ്ട്. ചില്ലറ പണിയൊന്നും അല്ല ഗൈസ്, അത്യാവശ്യം നല്ല പണി ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, ഇനിയാണ് ആരംഭിക്കുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറേ വില്ലേജസിനെ, ഇവിടെ 2 വില്ലേജസിനെ ഇറക്കാനുണ്ട്. അവരെ ഇതാക്കി ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ ഇവനെ നമ്മൾ 5-6 വട്ടം പൊട്ടിച്ച് വെക്കണം ഗൈസ്. ഇവനെ പൊട്ടിച്ച് വെക്കലാണ് അടുത്ത പണി എന്ന് പറഞ്ഞത്. കറക്റ്റ് നല്ലവണ്ണം കിട്ടണം. ഇവന്മാരൊക്കെ പഞ്ചടയും. ഞാൻ ലൈവിലിരുന്നിട്ടാന്ന് തോന്നുന്നു ഇത്ര നമ്മൾ ട്രേഡ് ചെയ്ത് സെറ്റ് ചെയ്തായിരുന്നു. ഇവിടെ പകുതിയോളം ട്രേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൂട്ടിങ്ങും അതുപോലെ സ്കിൽ ടച്ച്, ഫോർച്യൂൺ സെറ്റ് ചെയ്തില്ല കേട്ടോ. പ്രൊട്ടക്ഷൻ 4 ചെയ്തിട്ടുണ്ട്. മെൻഡിങ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല, അത് ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ എഫിൻസീവ് 4ഉം വന്നിട്ടുണ്ട് ഗൈസ്. ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സൈഡ് നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഹാൻഡ് ബ്രേക്കിംഗ് 3 വന്നിട്ടുണ്ട്. ആവശ്യമുണ്ട് ഇവിടെ. ഷാർപ്പനൻസ് 5 ആവശ്യമുണ്ട്. 5 അല്ല 4 ആണല്ലേ. ഷാർപ്പനൻസ് 4 അല്ല, 5 കിട്ടി എടുത്ത് വേണം ഗൈസ്. 4 ആണ്. ഷാർപ്പനൻസ് 4 ആണ് 5 ആണല്ലേ. എന്തോ പകുതി മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച് ഇന്നെങ്ങനെയാണ് മൊത്തം നമ്മുടെ കാര്യങ്ങൾ മൊത്തം പറയുന്ന വീഡിയോ ആവാന്ന്. അതൊക്കെ ഗൈസ് ഇങ്ങനെ ആക്കുന്ന. ഓക്കെ ഓക്കെ, എൻ്റെ കയ്യിൽ എൻ്റർപ്രൈഡ് ഉണ്ട് ഗൈസ്. എത്ര എണ്ണാണ് വേണ്ടത്? 14 വേണതാ. എടാ 14 വേണ്ടേ? 12 ഉള്ളൂ. ഇനിയും 2 മേടിക്കണം. അവൻ്റെ കയ്യിൽ സാധനം തീർന്നു താനും, എൻ്റെ കയ്യിലും എമറാൾഡ് തീർന്നു. അടിപൊളി. ഇനി എമറാൾഡ് ഉണ്ടാക്കണം ഗൈസ്. എന്താണ് വീട്ടിൽ പോയിട്ട്
ഈ കിട്ടിയത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കേസ്. അല്ലാണ്ട് വേറെ ഐഡിയ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. കിട്ടിയ സാധനം വെച്ച് ചെയ്ത് തൃപ്തനാക്കും നമ്മൾ. ബ്ലേസ് റോഡ് 9 അത് കിട്ടി. ബ്ലേസ് റോഡ് ഓക്കെ. 12 അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തപ്പാനായിട്ട് പോകണം കേസ്. അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. നമുക്ക് ഇനി ഒരു 2 സെറ്റ് ചെയ്തിട്ടാണ് തപ്പാൻ പോകാൻ. എൻ്റെ കയ്യിൽ എൻ്റെ പേരൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ് കേസ്. ഞാൻ പറഞ്ഞാൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഓക്കെ, നൈറ്റ്. എത്ര പെട്ടെന്നുള്ള ഒരു വീഡിയോ എടുക്കുന്ന നൈറ്റാണ്. സോ ഫസ്റ്റ് ഗൈസ്, നമുക്ക് പോസിൻ്റെ ആവശ്യം നല്ല വേണം. എൻ്റെ ഷവലും പിക്കാക്സും ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും ആക്സും ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഷവലും ആക്സും വാങ്ങി. അതിൻ്റെ ആവശ്യം വരും. നമ്മൾ ഒരു ഫാർം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയാലോ. ഇതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഹോപ്പർ 5 ഉണ്ടല്ലോ. ഹോപ്പർ ഇപ്പൊ താൽക്കാലികമായിട്ട് ചെസ്റ്റ് ഉണ്ടാക്കാം. പിന്നീട് ബാക്കി ചെസ്റ്റ് ഉണ്ടാക്കാം. ആദ്യം വർക്ക് ചെയ്യിപ്പിക്കട്ടെ, എന്നിട്ടാവട്ടെ. ധൃതി പിടിക്കണ്ട. അതൊക്കെ അവിടെ ഉണ്ടാക്കാം ഗൈസ്. അവിടെ നിന്ന് ഉണ്ടാക്കിയവർ അവിടെ കംപ്ലീറ്റ് ചെയ്ത് പോരാ. അത് നല്ലത്. ഓക്കെ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അത് ഉണ്ടാക്കണം. ഞാൻ അടുത്ത എപ്പിസോഡൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് കറക്റ്റായിട്ട് ഇവിടെ കറക്റ്റാക്കി ഉണ്ടാക്കണം. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും കേസ്. കാരണം വെച്ചാൽ അന്നത്തെ പോലെ ഫുള്ള് പൊട്ടത്തരം ചെയ്ത് വെക്കും. എന്നിട്ട് ഒരു സാധനം വർക്കാണ്ട് പൊളിച്ചളയേണ്ടി വരും. അപ്പം അതിന് നല്ലത് അതപ്പം ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ കുട്ടിക്ക് വെച്ചാൽ അതാ ഈ വില്ലേജറാണല്ലത്. പിന്നെന്താ തരുന്നത് നോക്കിയാലോ. ഓക്കെ, അടുത്തത് എന്താണെന്ന് വെച്ചിട്ട് നല്ലോണം ആലോചിച്ചിട്ട് പറടാ. ഫോർച്യൂൺ 2 ഇതുവരെ നമുക്ക് കിട്ടില്ല. ഫോർച്യൂൺ 2 കൂടെ ആക്കി കഴിഞ്ഞാൽ ഫോർച്യൂൺ 4 ആവും. ഫോർച്യൂൺ 4 യെസ്, ഫോർച്യൂൺ അത് നമുക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യും? പേപ്പർ 24 പേപ്പർ കിട്ടിയ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഫോർച്യൂൺ പോയിന്നായിരിക്കും. ഫോർച്യൂൺ 2 കൂടെ 4 ആക്കാം. ആകെ ഫോർച്യൂൺ 4 വരെ അല്ലല്ലോ. ഫോർച്യൂൺ 4 കിട്ടുന്നവരെ ഫോർച്യൂൺ 3 ആണ് ഇങ്ങോട്ട്. അല്ല, ആകെപ്പെടെ ഫോർച്യൂൺ 3 വരെ ഉള്ളൂ. എന്തോ എന്തായാലും മാക്സിമം എത്ര ആക്കുമ്പോൾ എത്ര ആക്കിയിട്ടാ പോരെ. ഒരു സ്റ്റാക്ക് 31 യെസ്, നമുക്ക് ബാൻ ചെയ്ത് നോക്കാം. അങ്ങനെ ഫോർച്യൂണും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളെ എനിക്ക് ഇങ്ങോട്ട് പിടിച്ചിടണം.
സ്റ്റക്കാണ്. ഹൈ ബ്രോ, നീയായിരുന്നത് സാധനം മാറ്റിയിട്ടുണ്ടോ നോട്ടെ? ഇല്ല, അവനെ ലോക്ക് ചെയ്തു. ഈ ചില്ലി ഒട്ടിച്ചു ഇന്നത്തിൻ്റെ ഇതാണ്. താൽക്കാലികമായിട്ട് കുട്ടിസം ഒന്ന് കയറാതിരിക്കേണ്ടി താൽക്കാലികമായിട്ട് പിന്നീട് ചെയ്യാം ഗീസ്. അങ്ങനെ അത്ര പേരായി. ഇനി രണ്ടുപേരും കൂടെ അവിടെ കെട്ടുണ്ട്. രണ്ടുപേരൊന്നും പോരാ ഗീസ്. ഇത് ഇനി നീട്ടേണ്ട വരും, അപ്പുറ സൈഡ് നീട്ടേണ്ട വരും ഗീസ്. അയ്യോ, ഇത് നീണ്ട് എവിടെ എത്തുമോ എന്തോ. ഇപ്പൊ തന്നെ ഇത്ര നീണ്ട്, ഇനി എത്ര ആവും എന്തോ. ഓ ഗെയ്സ്, എന്താണ് ഈ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് ട്രീ ഫാർമിൻ്റെ കാര്യം നോക്കണം. അതിൻ്റെ അപ്പുറത്തെ എപ്പിസോഡ് ആകുമ്പോൾ നമുക്ക് ഡ്രാഗൺ അടിച്ചിടണം ഗെയ്സ്. അപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു ആർമർ സെറ്റ് ആവണം ഗെയ്സ്. ആർമർ സെറ്റായിട്ട് ഡ്രാഗൺ അടിച്ചിടണം. ഡ്രാഗൺ അടിച്ചിട്ട് എലേറ്റർ എടുത്ത് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഷുഗർ ക്യാൻ സോറി നമ്മുടെ കീപ്പർ ഫാർം ഉണ്ടാക്കേണ്ടി വരും ഗെയ്സ്. ഗൺ പൗഡറിന് വേണ്ടി മിക്കവാറും കീപ്പർ ഫാർം ഉണ്ടാക്കേണ്ടി വരും. നോക്കാടെ ഓരോന്നോരോന്ന് കംപ്ലീറ്റ് ചെയ്ത് പോവാം. നമുക്ക് തിരക്കൊന്നുമില്ല, ഡ്രാഗൺ അടിച്ചിടാൻ നമുക്ക് തിരക്കൊന്നുമില്ല ഗെയ്സ്. ഓക്കെ, ഞാൻ നോക്കിയിട്ട് അടുത്ത എപ്പിസോഡ്. ബൈ.